പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനി മുത്തശ്ശന് ഉറപ്പ് നൽകുകയാണ് നയനയും നവ്യയും ഈ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്നും എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകും. അതാലോചിച്ചിട്ട് അച്ഛൻ ഒരു കാരണവശാലും വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഇത് കേട്ട് മുത്തശ്ശൻ പോകുന്ന സമയത്ത് നയനയ്ക്ക് അരികിലേക്കാണ് കേട്ടോ ആദ്യം ചെല്ലുന്നത്. എന്നിട്ട് നീ ഒരു കാരണവശാലും ഇവിടുന്ന് പോവരുത്, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. അതുകൊണ്ട് തന്നെ മനസ്സ് വിഷമിച്ചുകൊണ്ട് ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു തീരുമാനം എടുക്കരുത്. നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ നയനയോട്. മുത്തശ്ശൻ ചിരിച്ചും കൊണ്ട് ഇത് കേൾക്കുമ്പോൾ നയന കൈ കൂപ്പുന്നുണ്ട് കേട്ടോ മുത്തശ്ശന് നേരെ. തുടർന്ന് മുത്തശ്ശനും മുത്തശ്ശി അവിടുന്ന് പോവാണ്. തുടർന്ന് ദേവയാനിക്ക് നേരെ കൈ കൂപ്പാണ് കേട്ടോ കനക. ഇത് കണ്ടിട്ട് ദേവയാനി പറയുന്നത് ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നമാണ്. ഈ കുടുംബത്തിലെ മൂത്ത മരുമകൾ എന്ന നിലയിലാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. അത് അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കൂടി മാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്നും കൂടി പറയുകയാണേ. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അങ്ങനെ ഞാൻ ഒരിക്കലും എടുക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൈകൂപ്പി നിൽക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്ന് പറയണേ. അത് കഴിഞ്ഞ് നേരെ നയനയ്ക്ക് അരികിലേക്ക് ദേവയാനി ചെല്ലുന്നുണ്ട്. അച്ഛൻ്റെ വയ്യായിക നിന്റെ തെറ്റിനെ മറച്ചു വെച്ചിരിക്കുകയാണ്. നീ ചെയ്ത തെറ്റിന് നിനക്കുള്ള ശിക്ഷ കിട്ടും. അമ്മയെന്ന് പറഞ്ഞിട്ട് നയന വിളിക്കുന്ന സമയത്ത് എന്നെ ഒരിക്കലും അമ്മയെന്ന് പറഞ്ഞ് വിളിക്കരുത്. ഈ ജന്മത്തിൽ എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ള കാര്യം അറിയില്ല. എൻ്റെ മകൻ ആദർശിന് ഇങ്ങനെ ഒരുത്തി ഭാര്യയായിട്ട് വന്നിരിക്കുകയാണ്. അവന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ മനസ്സ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്ന് നിനക്കറിയോ? അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. നിന്നെ ഈ വീട്ടില് കയറ്റിയതിന്റെ പേരിൽ ഞാൻ എന്തോരം നോവ് അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയോ? ഇനിയെങ്കിലും നീ എന്റെ കൺമുമ്പ് പോലും വന്നേക്കരുതെന്ന് പറയാണേ. എന്നിട്ട് ദേവയാനി പോകുന്ന സമയത്ത് വീണ്ടും അമ്മയെന്ന് പറഞ്ഞു വിളിക്കാൻ കേട്ടോ. നിന്റെ അടുത്ത് ഇപ്പോഴല്ലേ ഞാൻ അമ്മയെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞത്. നീ ഇനി അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, പക്ഷെ ഞാൻ എന്നെ തന്നെ ദ്രോഹിക്കുന്നു പറഞ്ഞിട്ട് അവിടുന്ന് പോവാണേ. ദേവയാനി പോകുന്നതിന്റെ പുറകെ ആദർശും അതിന്റെ പുറകെ ജയനും എല്ലാവരും അവിടുന്ന് പോവാണ്. പക്ഷെ ജലജയും അഭിയും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവർ പോയി കഴിഞ്ഞ ശേഷം ജലജ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചില്ലേ? ഒരു ഡ്രാമ ഉണ്ടാക്കിയിട്ട് അച്ഛനും അമ്മയും ഇപ്പൊ കൂടെ ഏട്ടത്തെയും കൂടി കൂട്ടിയിട്ട് അവരുടെ തെറ്റുകളെല്ലാം മറച്ചു. ഇതെല്ലാം ഇവരുടെ പരമ്പരാഗതമായിട്ട് കിട്ടിയ കഴിവാണ്. അച്ഛന്റെ അസുഖത്തിന്റെ പേരും പറഞ്ഞിട്ട് എല്ലാം തേഞ്ഞു മാഞ്ഞു പോയ പോലെയായി. ഇവന്മാരെയൊന്നും ഇനി ഒരിക്കലും ഇവിടുന്ന് പുറത്താക്കാന്ന് വെച്ചാൽ നടക്കില്ല. എല്ലാം പോയി എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് കേട്ടോ, എന്ത് പോയിന്നാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ ഇവിടുന്ന് തുരത്തിയിട്ട് നിങ്ങളുടെ മകന് വലിയ പണക്കാരിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? ആ പ്ലാൻ അല്ലേ പോയത്? അതെനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ നവ്യ പറയുന്നത് കേൾക്കുമ്പോൾ കനകയ്ക്ക് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് നീ ഇപ്പൊ നിന്നിട്ട് പ്രസംഗിക്കുകയാണോടി? നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് അവിടെ പോയിട്ട് ചൂലെടുത്തിട്ട് അവളെ അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ നവ്യ അടിച്ചുകൊണ്ടിരിക്കുന്ന കനകയെ മാറ്റുന്നുണ്ട് കേട്ടോ ഗോവിന്ദനും അതുപോലെ നയനും കൂടി ചേർന്നിട്ട്. എന്നിട്ടും നവ്യ വീണ്ടും പറയുന്നുണ്ട്, അമ്മേ ഞാൻ പറയുന്നത് എന്താ തെറ്റ്? അവരൊക്കെ പറയുന്നത് അമ്മ കേൾക്കുന്നില്ലേ? അങ്ങനെ വീണ്ടും നവ്യ തന്നെ ന്യായീകരിക്കുന്ന രീതി സംസാരിക്കുമ്പോൾ കനകയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് അടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, നീ എന്താ കനകയെ കാണിക്കുന്നത്? ഇത് നമ്മുടെ വീടല്ല, അത് മാത്രമല്ല നമ്മളുടെ മകള് മാത്രമല്ല ഇപ്പം. അതൊന്നും മനസ്സിലാക്കാണ്ടാണ് നീ പറയുന്നത്. എന്നാൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ജലജയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, മതി ഇവിടെ ഇപ്പൊ ആരും ഇല്ലല്ലോ, പിന്നെ എന്തിനാ വീണ്ടും ഡ്രാമ കളിക്കുന്നത്? എല്ലാരും അവരവരുടെ ജോലി നോക്കി പോ എന്ന് പറഞ്ഞിട്ട് ജലജയെ അഭിയോടുന്ന് കയറി പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കനക പറയുന്നുണ്ട്, ഏത് നേരത്താണോ ഇവളെ പോലത്തെ ഒരുത്തിയെ ഞാൻ പ്രസവിച്ചത്? ഇവളെ പോലത്തെ ഒരുത്തിയെ പ്രസവിച്ച എന്നെ തല്ലിക്കൊല്ലണം എന്നൊക്കെ പറയുമ്പോൾ അമ്മയെ മതി നിർത്തുക എന്ന് പറഞ്ഞിട്ട് നയനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നവ്യ പറയുന്നത്, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, ഇങ്ങനെ മിണ്ടാതെ ഒരു മൂലക്കിലിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, വായ മൂടിടി എന്ന് പറഞ്ഞിട്ട് കനക വീണ്ടും അടിക്കാൻ വേണ്ടി പോകുമ്പോൾ നിർത്ത എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ വീണ്ടും പിടിച്ചു മാറ്റുകയാണ് കേട്ടോ. തുടർന്ന് വീണ്ടും കനക പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനൊരു ജന്മത്തെയാണല്ലോ ഞാൻ പ്രസവിച്ചത്, അവളുടെ അഹങ്കാരം കണ്ടില്ലേ, അവളുടെ വായ അടപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തിനു വായ അടച്ചിരിക്കണം എന്ന് ചോദിക്കുകയാണ് കേട്ടോ വീണ്ടും നവ്യ തിരിച്ച്. അപ്പോഴേക്കും നിന്നെയൊക്കെ തല്ലി കൊല്ലണം എന്ന് പറഞ്ഞിട്ട് കനക വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഗോവിന്ദൻ നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും ഞാനത് കണ്ണടച്ചിട്ട് അതുപോലെ തന്നെ ചെയ്യുന്നത്. കാരണം നീ എന്ത് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ആലോചിച്ചിട്ടാ ചെയ്യുന്നുള്ള കാര്യം അച്ഛന് നന്നായിട്ട് അറിയാം. എന്നിട്ടും നീ ഇവളെ കുറിച്ച് അറിഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ നീ നിന്റെ ജീവിതത്തിൽ തന്നെ മണ്ണ് വാരി എറിഞ്ഞതുപോലെ ആയില്ലേ മോളെ?
അച്ഛൻ പറയുന്നത് ശരിയാണ്. അവളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറ്റിയില്ല. എല്ലാ പെൺമക്കളും അവരവരുടെ വീട്ടിലെ അഭിമാനം മറ്റുള്ളവരുടെ മുമ്പിൽ കാൽക്കൽ വെക്കാതെ വേണം ജീവിക്കാൻ എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാൻ തന്നെ അത് കുഴി തോണ്ടി മൂടിയതുപോലെ ആയി. ഇല്ല മോളെ, അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. ഇത് നീ കാരണം ഉണ്ടായ അപമാനമല്ല. നിന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് നിന്റെ അമ്മ വലിയ കുടുംബത്തിലെ ആലോചന വേണമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ അന്ന് മുതൽ തുടങ്ങിയതാണ്. ഇതില് നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇന്ന് നമ്മുടെ കുടുംബം നടുത്തെരുവിൽ ആവാതിരുന്നത് നിന്റെ കാരണം കൊണ്ട് മാത്രമാണ്. നീ ചെയ്ത ഒരേ ഒരു തെറ്റ് ഇവളെ നീ വിശ്വസിച്ചു, അതാണ്. തുടർന്ന് നന്ദു പറയുന്നുണ്ട്, മതി മതി, നമുക്ക് പോവാം. ആ ജലജ എങ്ങാനും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഓരോന്നും കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും, പോവാ എന്ന് പറയാണേ. പോകുന്ന സമയത്ത് കനക പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ ജീവിതത്തിൽ നീ മരിച്ചുപോയി, എനിക്കിനി 2 പെൺമക്കൾ മാത്രമേ ഉള്ളൂ. ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ പോലും നീ അങ്ങോട്ടേക്ക് വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അതുമാത്രമല്ല നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇനിയെങ്കിലും നീ ഇവളുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നിന്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞിട്ടാ പോകണേ കേട്ടോ. തുടർന്ന് കാണിക്കുന്ന മുത്തശ്ശൻ്റെ അരികിൽ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജയൻ ചോദിക്കുന്നുണ്ട്, അച്ഛനെ കുടിക്കാനോ ജ്യൂസോ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ടടാ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മുത്തശ്ശൻ പറയുന്നത്, ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ മൂടിക്കെട്ടി നിൽക്കുന്ന ഭാവത്തിൽ നിൽക്കരുത് എന്ന് പറയാണേ. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം വസുന്ധര പറയുന്ന സമയത്ത് നമ്മുടെ ആദർശ് മുത്തശ്ശനെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്, മുത്തശ്ശൻ ഒന്നും സംഭവിക്കില്ല എന്നും 100 വയസ്സ് വരെ സുഖമായിട്ട് തന്നെ ജീവിച്ചിരിക്കും എന്നുള്ള കാര്യം. തുടർന്ന് ചെറിയച്ഛൻ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ അച്ഛ നിങ്ങൾ ഒരു തെറ്റും ചെയ്തതായിട്ട് എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ അച്ഛൻ ഒന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല. അച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. അച്ഛൻ വിചാരിക്കുന്ന പോലെ ഇവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ഒരുമിച്ച് കഴിയുകയും ചെയ്യുമെന്ന് പറയാണ്. തുടർന്ന് ആദർശ് മുത്തശ്ശൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഡോക്ടറെ തന്നെ ഞങ്ങൾ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഡോക്ടർ US-ലാണ് ഉള്ളത്, പക്ഷേ ഇന്ത്യക്കാരനാണ്. അയാളെ തന്നെ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൊണ്ട് മുത്തശ്ശൻ വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുകയാണേ. ആടാ, അത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം നീ കേൾക്കുമോ എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണേ. ഒരു കാരണവശാലും നയനയെ നീ ഒതുക്കി നിർത്തരുത്. ഇത് കേൾക്കുമ്പോൾ ദേവയാനിയുടെ മുഖത്തേക്കാണ് കേട്ടോ ആദർശം നോക്കുന്നത്. അപ്പോൾ ദേവയാനി തലയോണ്ട് സമ്മതിക്കാൻ വേണ്ടി പറയാണ്. തുടർന്ന് മുത്തശ്ശൻ പറയുന്നത്, ഓരോ മനുഷ്യനും തെറ്റുകൾ ചെയ്യുന്നത് മനുഷ്യ സഹജമാണ്. അത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരാളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒതുക്കി നിർത്തരുത്. നയന ആർക്കും ഒരു ഉപദ്രവം ചെയ്യണോ എന്ന് വിചാരിക്കുന്ന ഒരു പെൺകുട്ടിയല്ല. ഞാൻ കണ്ട് മനസ്സിലാക്കിയെടുത്തോളം അവള് നല്ല കുട്ടിയാണ്. അങ്ങനെയുള്ള ഒരാള് ഇങ്ങനത്തെ ഒരു വിഷയം മറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകും. നവ്യയുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും അവൾ ഒന്നും പറയാണ്ടിരുന്നത്. അല്ലാതെ നയനയ്ക്ക് ആരെയും കബളിപ്പിക്കണം എന്നുള്ള ചിന്താഗതിയുള്ള പെൺകുട്ടിയല്ല. നീയും നയനയും സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കുന്നത് കണ്ടാലേ എൻ്റെ മനസ്സ് നിറയുള്ളൂ. എന്നാൽ മാത്രമേ എനിക്ക് സന്തോഷത്തോടു കൂടിയിട്ട് കണ്ണടയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശി, ഇനി ഒരു തവണയും കൂടി നിങ്ങൾ കണ്ണടയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കണ്ണടയ്ക്കും എന്നുള്ള കാര്യം പറയാണേ. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞാനും നിങ്ങളുടെ മക്കളും ആദർശം എല്ലാവരും ഉണ്ട്, ഞങ്ങൾ എങ്ങോട്ടും നിങ്ങളെ വിടില്ല എന്ന് പറയുമ്പോൾ വസുന്ധര, നീ ഒന്ന് പോയേ, ഞാൻ കണ്ണടയ്ക്കുന്നത് പറഞ്ഞത് ഉറങ്ങുന്ന സമയത്താണെന്ന് പറയണേ, ഒന്ന് പോയേ എന്ന് പറയണം മുത്തശ്ശി തിരിച്ച്. അത് കഴിഞ്ഞ് ആദർശ് മുത്തശ്ശിന് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. മുത്തശ്ശ, ഇവിടുന്ന് നയനയും എങ്ങോട്ടും പോവില്ല, നവ്യ എങ്ങോട്ടും പോവില്ല, അത് പോരെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മുത്തശ്ശിന് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.